എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ 3 തരം ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം ഉണക്കമീനും തേങ്ങയൊക്കെ കൂടി വറുത്തരച്ച ചമ്മന്തിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 5 വറ്റൽമുളക് വേണം, 1/2 കപ്പ് തേങ്ങാ കൊത്ത് വേണം, 4 ഉണക്കമീൻ വേണം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുളിയും ആവശ്യത്തിന് ഉപ്പും 5-6 ചെറിയ ഉള്ളിയും, ഒരല്ലി വെളുത്തുള്ളിയും, ഒരു ചെറിയ പീസ് ഇഞ്ചിയും വേണം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം ഉണക്കമീനിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഉണക്കം മത്തി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഈ ചമ്മന്തിക്ക്. എൻ്റെ കയ്യിൽ ഉണക്ക മത്തി ഇല്ലാത്തത് കൊണ്ടാണ് വേറൊരു ടൈപ്പ് ഉണക്കമീൻ എടുത്തിരിക്കുന്നത്. ഉണക്കമീൻ വറുക്കുമ്പോൾ നന്നായി മൂത്ത് വരണം, എന്നാലേ ചമ്മന്തിയിൽ കിടന്ന് നന്നായി മിക്സായി വരികയുള്ളൂ. ഇപ്പോൾ മീനൊക്കെ നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിൽ തന്നെ തേങ്ങാ കൊത്തും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി തന്നെ തീ കണലിലൊക്കെ ഇട്ട് നന്നായി ചുട്ടരച്ചും ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. ഇത് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. അത് തേങ്ങാ കൊത്ത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇത് കോരി മാറ്റാം. വീണ്ടും ആ എണ്ണയിൽ തന്നെ വറ്റൽമുളകും ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് കളർ മാറി ഒരു ഡാർക്ക് ബ്രൗൺ നിറമൊക്കെ ആകുമ്പോഴേക്കും അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാലൻസുള്ള എണ്ണയിൽ തന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായി ഒന്ന് കളർ മാറി സോഫ്റ്റ് ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ വറുക്കാനുള്ള സാധനങ്ങളെല്ലാം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം നന്നായി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഉപ്പും പുളിയും ഒക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പുളിക്ക് പകരം മാങ്ങ വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരൊറ്റ ചമ്മന്തി മതി നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം. എന്ന് ഒരേ ടൈപ്പ് ചമ്മന്തി തന്നെ കഴിച്ചു മടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇതിലിനി വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈകൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചോറിനാൻ പിന്നെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അടുത്തത് ചെറുപയർ കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/4 കപ്പ് ചെറുപയർ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് 2-3 തവണ കഴുകി വൃത്തിയാക്കി എടുക്കാം. നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പയർ വേകാൻ വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 3 വറ്റൽമുളകും 3 വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായി മൂത്ത് കളർ മാറി വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും 3 ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കാം. ഇപ്പോൾ വേകാൻ വെച്ചിരുന്ന ചെറുപയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളമൊക്കെ മാറ്റാൻ വേണ്ടി അരിപ്പയിലേക്കൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിലുള്ള വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വാർന്നു പോകട്ടെ. ഇപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ നന്നായി വാർന്നു വന്നിട്ടുണ്ട്. പയർ നല്ലതുപോലെ തണുത്ത് ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പയർ ഇട്ട് കൊടുത്ത് ഇഞ്ചിയും ചുവന്നുള്ളിയും ഇട്ട് കൊടുക്കാം. അതിലേക്ക് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഐറ്റംസ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു കൈപ്പിടി തേങ്ങ ചിരകിയതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പുളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ എരിവ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇഞ്ചിയുടെ ഫ്ലേവർ നന്നായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇഞ്ചി അതിൽ നിന്നും ഇത്തിരി കൂടെ കുറച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. വളരെ ഹെൽത്തിയും സൂപ്പർ ടേസ്റ്റിയുമായിട്ടുള്ള ചമ്മന്തിയാണ്. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ.
ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ്. കൂടെ ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ സംഭവം സൂപ്പറാണ്. വേറെ കറികളൊന്നും ഇല്ലാത്ത സമയത്ത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ചൂട് ചോറിൻ്റെയോ കഞ്ഞിയുടെയൊക്കെ കൂടെ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട. ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ സംഭവം സൂപ്പറാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് പുളിയും മുളകും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കിയ ഒരു ചമ്മന്തിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കാം. ഇതൊരു 20 ചെറിയ ഉള്ളിയുണ്ട്, അതിനെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. 15 വറ്റൽമുളകുണ്ട്, ഒരു കുടം വെളുത്തുള്ളിയുമുണ്ട്. ഉള്ളി നമ്മൾ കടുവറുക്കാൻ എടുക്കുന്ന വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മുളക് നന്നായി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. മുളക് നല്ലതുപോലെ മൂത്ത് ചുവന്ന നിറം മാറി ഏകദേശം ഒരു ബ്രൗൺ നിറമാകുമ്പോൾ എണ്ണയിൽ നിന്നും മാറ്റാം. മുളക് ഇതേപോലെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. ഇനി പുളി കുതിരാനിട്ടിരുന്നത് നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ കൊത്തൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഈ പുളിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് ഞെരടി യോജിപ്പിച്ചെടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് ഞെരടിയതിന് ശേഷം പുളിയിലേക്ക് ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുത്താലും മതി. ഇതുപോലെ മുളക് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ലാസ്റ്റ് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മുളക് വറുത്ത എണ്ണയിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കാം. ഉലുവയൊക്കെ നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി നമ്മൾ കടുക് വറുക്കാൻ മൂപ്പിച്ചെടുക്കുന്ന അതേ പരുവത്തിൽ വറുത്ത് കോരിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കായപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ പുളിയും മുളകും തിരുപ്പി വെച്ചതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പുളി മുളക് ചമ്മന്തിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.